എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് എന്ത് പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? എന്തായാലും മിയയുടെ സീറ്റിലേക്ക് പോയിരുന്നോളൂ. നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം. ചിറ്റപ്പാ, എന്താ ഇത്? അളിയനും എന്താണ് എന്ത് പറ്റിയെന്നോ? ഇനി ഈ ശരീരത്തിൽ ഒന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റി. എന്നെ പറ്റിയേ? നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ പെണ്ണുങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കരാട്ട പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മന്ദാകിനി ചിറ്റമ്മ അത് പഠിക്കുന്നുണ്ട്. പാതിരാത്രി വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീടിന്റെ മറ്റേ വാതില് തുറന്ന് കേറി വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ വെടി പൊന്നീച്ച. എന്റെ ദൈവമേ. എന്നാലും അളിയ അടി കൊള്ളാൻ നേരത്തെങ്കിലും അളിന് പറയാറുന്നില്ലേ അത് മറ്റേ ഞാൻ തമ്പികളിനാണെന്ന്? എന്റെ പൊന്നളിയാ, കേറി വന്നപ്പോ തന്നെ അവൾ ഈ രണ്ടുപേരിൽ വെച്ച് തൊണ്ടക്കിട്ടൊരു കുത്തു വെച്ച് തന്നു. ദൈവമേ, എന്നാലും സ്വന്തം ഇങ്ങനെ ഇടിച്ച് സ്വന്തം മന്ദാകിനി. പിന്നെ മക്കളെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നു? നിങ്ങളുടെ മന്ദാകിനി ചിറ്റമ്മയില്ലേ, കരാട്ട പഠിച്ചതിന് ശേഷം പേര് മാറ്റിയ മന്ദാകിനി ലിയോ. മനസ്സിലായില്ലേ? ഈ വലിയ വലിയ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ പേരിന്റെ കൂട്ടത്തിൽ ലീ ഉണ്ടല്ലോ. മറ്റേ ഉദാഹരണം ബ്രൂസ് ലീ, ജെന്റ് ലീ, ഗ്യാങ് ലീ, പിന്നെ അഞ്ജലി. അങ്ങനൊരു ഫൈറ്റർ ഉണ്ടോ? ഉണ്ട്. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് എന്റെ അമ്മയായിട്ട് ഉടുക്കത്തെ ഫൈറ്റാ. അല്ല, ഇപ്പൊ നമ്മുടെ ഈ കരാട്ടെ മന്ദാകിനി ലീ എവിടെ? മന്ദാകിനി ലീ ടൈം കരാട്ടെയാണോ? മന്ദാകിനി ലീ കണ്ടോ? പേട്ടക്കോഴി ചിറകം പിടിച്ചിരിക്കുന്ന കണ്ടോ? മക്കളെ പിള്ളേരിക്കുന്നു. വേണ്ട, ആയിക്കോട്ടെ. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാ. നമ്മൾ സ്ത്രീകൾ ഈ കാലത്ത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലമല്ലേ? ശരിയാ, ഒരുപാട് നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കരാട്ടെ പഠിക്കുന്നത് നല്ലല്ലേ? പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ ശക്തിനെ കുറിച്ച് അറിയില്ല? അയ്യോ, എനിക്കറിയാം. എന്തറിയാ? മറ്റേ വെള്ളിയാഴ്ച എടുക്കുന്ന ലോട്ടറി അല്ലേ സ്ത്രീശക്തി? ഞാൻ ഇന്നും എടുക്കാറുണ്ട്, പക്ഷെ അടിക്കത്തില്ല. ലോട്ടറി അടിക്കാറില്ലേ? ഞാനൊന്നും അടിക്കാറില്ലേ. അത് വിട്. മക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കരാട്ട പഠിക്കണേ ലവള് പറഞ്ഞു തരും. അല്ല, മാസ്റ്റർ പറഞ്ഞു തരും. അതെ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നോട്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ അളിയാ, നമ്മൾ ഈ കരാട്ടെ ചെയ്യുന്ന സമയത്ത് എന്തിനാ ചെയ്യുന്ന? അയ്യോ, നമ്മള് ഹൂ മാത്രം വെച്ചാ മതി, ഹാ തനിയെ വരും. ശരിക്കും വരും. മാസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ? വരവ് കണ്ടോ? ഈ സിനിമാ സെറ്റിലേക്കൊക്കെ പോണ ഒരാളല്ലേ, അപ്പൊ ഒരാളെ ആക്രമിക്കാൻ വന്നാ സോസ്മോൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? അയിനിച്ചിരി വിളിക്കും. ഏതാ ഫാമിലി? ഞങ്ങളുടെ കുടുംബമാ. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം. അതെ, എതിരാളി എന്ന് കേറി കൊടുക്കട്ടെ. ശ്വാസമോളുടെ കാലിതേ ഇവിടെ ഇരിക്കും. അതെന്താ ശ്വാസമോൾ ആക്രമിയുടെ കാല് ഇവിടെ ചാടി ചവിട്ടോ? ഇവിടെ അങ്ങനെയല്ല, ആക്രമിയെ കണ്ട പേടിയല്ല, ആക്രമിയെ കണ്ട് പേടിച്ച ശ്വാസമോള് ഓടാൻ വേണ്ടി കാല് പൊക്കും. കാല് ഇവിടെ ഇരിക്കും. എന്റെ പൊന്നെ, ഇത്ര പേടിത്തൂറി കൊച്ചിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുടുംബത്തില്. പേടിയുണ്ടോ? ഇല്ല, പേടി ഞാൻ മാറ്റിത്തരാം. ഞാൻ പഠിപ്പിച്ചുതരാം. എന്ത് ഡൗട്ട് ഉണ്ട് എന്നോട്? സത്യം ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ നമ്മുടെ ഈ കരാട്ടെ ഒക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ആദ്യം ഹുസ് വെക്കണം. അയ്യേ, കരാട്ട വെക്കുമ്പോ എന്തിനാ കിസ് വെക്കുന്നേ? കിസ് പഠിക്കണമെന്നാണോ പറഞ്ഞേ? ആണ്ടെ, അപ്പൊ ഇതാണ് ഇവള് ഇത്ര നാള് ഹുസ് ഹുസ് എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ? ചിറ്റപ്പ കിസ് കേട്ട. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഐറ്റം പഠിക്കാം. മീക്ക് അടുത്ത ആഴ്ച ഒരു സിനിമ സെറ്റിൽ പോണം, അവിടെ പഠിപ്പിച്ചു കൊടുക്കും. ആണോ? നമുക്ക് പഠിക്കാം. ആദ്യതാ കാലൊക്കെ രണ്ടുതാ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ എന്നിട്ട് കൈ അവിടെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ എന്ന് പറയണം. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. സിമ്പിളാ. ആര് വന്നാലും ഇങ്ങനെ ചെയ്യാവോ? ഇങ്ങനെ ചെയ്താൽ മതി. രണ്ടാമത്തെ ഐറ്റം പഠിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും കൂടി ഉണ്ടോ? രണ്ടാമത്തെ ഐറ്റം ഉണ്ട്, എന്നാ പഠിക്കാം. ആദ്യം എന്താ
കൈ ഇതാ ഇങ്ങനെ വെക്കണം. ആ ഇങ്ങനെ വെക്കണം ഇങ്ങനെ. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതാ ആ അക്രമിയുടെ ലക്ഷ്യസ്ഥാനത്ത് നോക്കണം. ലക്ഷ്യസ്ഥാനം നോക്കണം. അതായത് എവിടെയാണ് ചവിട്ടണ്ടേന്ന് നോക്കണം. അതാണ്. എന്നിട്ട് ഇതാ ഒറ്റ ചവിട്ടെടുത്താ മതി. സംഭവം കഴിഞ്ഞ് ചെയ്യല്ലേ? മറ്റേ ഹൂഹ. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ലക്ഷ്യസ്ഥാനത്ത് നോക്കി ചവിട്ടിയോ? സൂപ്പർ. ഇത്രേ ഉള്ളല്ലേ? ഒരു എതിരാളി വന്ന് എന്നെ തെലിക്കും എന്ന് പറഞ്ഞ് നിന്ന് തരുവാണോ? അതൊക്കെ ശരി. പക്ഷെ ആക്രമില്ലാത്തോണ്ടല്ലേ. ചിറ്റപ്പ എന്നെ കൂന്ന് പറഞ്ഞോടി. എന്താ വേണ്ട പറ. എന്തോന്ന് ആക്രമി? ആക്രമി. അയ്യ നിങ്ങളാ. ദേ ഇത് കണ്ടോ? 6 പാക്ക്. ശരി, അപ്പൊ മിയയുടെ സെറ്റിലെ ആ കൃമി ചിറ്റപ്പ. ആയിക്കോട്ടെ. എന്നാ മിയ ഈ സിനിമ സെറ്റിക്ക് കേറി വരിക. അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം ഇത് അവിടെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇത് ഈ 2 സ്റ്റെപ്പ് പിന്നെ ലക്ഷ്യം നോക്കിയിട്ടുള്ള ഞാൻ പഠിപ്പിച്ചത് സെയിം സാധനം ചെയ്താൽ മതി. വെറുതെ ഏക്കത്തില്ല. നോക്കാ എന്നാ ഞാൻ പഠിച്ചു. അവിടെ നിന്നോ. ഞാൻ ഇവിടുന്ന് പോയാ അപ്പൊ മതിയോ? മിയതാ സിനിമ സെറ്റിക്ക് കേറി വരുന്നു. ആക്രമിത അവിടെ നിൽക്കുന്നു. വാ 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 വാ. എന്താണോ? അടിച്ചോ? ഇല്ല വെറുതെയാ. ബെസ്റ്റ് സ്റ്റുഡന്റ്. എണീക്കുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോ എണീറ്റോളൂ. ശരിക്കും എഴുന്നേക്കുന്നില്ല. അളിയ ചേട്ടാ. അല്ല ഞാനൊരു ഇങ്ങനൊരു ഇടി എന്റെ മിയമോളെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ചല്ലോ. ഈ അഭിനയം പണ്ടേ അഭിനയത്തിന് ഈ ഓസ്കാർ കിട്ടിയ എന്റെ മിയമോളെ എന്റെ ചേട്ടനെ നീ പറ്റാലുണ്ടല്ലോ. എഴുന്നേക്കളിയാ മിയമോളെ. ഞാൻ ഇങ്ങനെ വെച്ചു. എന്റെ ചേട്ടന് പറ്റിയത് പോടാ. എന്റെ ചേട്ടനെ നീ പറ്റാലുണ്ടല്ലോ. നിങ്ങളല്ലേ വെച്ചോ അതിന്ന്. ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിറ്റപ്പനെ. 6 പാക്ക് ആന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേ എഴുന്നേക്ക്. എന്നാലും എന്റെ മിയമോളെ എന്നൊരു വെയിറ്റ് ആളിയാ ചിറ്റപ്പ. അളിയാ എടി മീയേ ആകെ പ്രശ്നമായി. നീ എന്തിനാ അഭിനയിക്കാൻ പറയുമ്പോ ഇത്ര ജീവിക്കുന്നേ? അല്ല പുള്ളി പറഞ്ഞില്ലേ ഞാൻ 6 പാക്ക് ആണെന്ന്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ അഭിനയിക്കാൻ പറയുമ്പോ അഭിനയിച്ചാൽ മതി, ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പല വലിയ ആൾക്കാരും. ഇനിയിപ്പോ കേസും കൂട്ടാവും. ഞാൻ എന്തായാലും ആൻഡമാനിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോകേണ്ടി വരും. ഇപ്പൊ എന്താ ചെയ്യും? എനിക്കായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ധൈര്യം സംഭരിച്ച് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. അവിടെ പോയിരുന്ന് വെള്ളം കുടിച്ചു. അവിടെ വെള്ളം മന്ദാഗിരി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. അവിടെ വെള്ളവും ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിരിക്കും. അപ്പോഴേക്കും പോലീസ് വരും. പോലീസ് വരും. അല്ല വരില്ല, വരും ഞാൻ വിചാരിക്കുന്നു.